ഹായ്. നമുക്ക് ചിലപ്പോഴൊക്കെ ചില കാര്യങ്ങളൊന്നും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമുക്ക് ഒരു നല്ല തമാശ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ചിരിക്കും, ഇല്ലേ? നമുക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ കരച്ചിലിൻ്റെ കാര്യമാണെങ്കിലും നമുക്ക് സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയും. കരയാതിരിക്കാൻ നമുക്ക് സാധിക്കില്ല. പലപ്പോഴും പിടിച്ചു നിൽക്കണം എന്ന് തോന്നും, എങ്കിലും സങ്കടം വന്നു കഴിഞ്ഞാൽ നമ്മൾ കരയാതിരിക്കാൻ, നമ്മൾ എത്ര പാടുപെട്ടാലും നമുക്ക് കരയാതിരിക്കാൻ കഴിയില്ല. അതുപോലെ ഇപ്പോൾ കരച്ചിലിൻ്റെ കാര്യം, അതുപോലെ തന്നെ ചിരിയുടെ കാര്യം മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ അങ്ങനെയുണ്ട്. നമുക്ക് അത് കഴിക്കാതിരിക്കാൻ കഴിയില്ല, എനിക്ക് അവനോട് മിണ്ടാതിരിക്കാൻ കഴിയില്ല, എനിക്ക് ഉറങ്ങാതിരിക്കാൻ കഴിയില്ല എന്നൊക്കെ പറയില്ലേ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയും എന്നാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ഇത് പറയാൻ ഒരുപാട് വഴികളുണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു കുഞ്ഞ് എക്സ്പ്രഷനാണ്, കാൺട്ട് ഹെൽപ്പ്. കാൺട്ട് ഹെൽപ്പ് ഡൂയിങ് സംതിങ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കാൺട്ട് സ്റ്റോപ്പ് ഡൂയിങ് സംതിങ് എന്നാണ്. ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ കഴിയില്ല എന്നാണ്. ഫോർ എക്സാമ്പിൾ, ചിരിക്കാതിരിക്കാൻ കഴിയില്ല. ചിരിക്കുക എന്നത് ലാഫ്. കാൺട്ട് ഹെൽപ്പ് ലാഫിങ് എന്ന് പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാൺട്ട് ഹെൽപ്പ് ക്രൈയിങ് എന്ന് പറഞ്ഞാൽ ക്രൈ, കരയുക, കരയാതിരിക്കാൻ കഴിയുന്നില്ല. കാൺട്ട് ഹെൽപ്പ് സ്ലീപ്പിംഗ്, ഉറങ്ങാതിരിക്കാൻ കഴിയുന്നില്ല. ഇനി നമുക്ക് അത് കുറച്ചുകൂടി ഒന്ന് വിശദമായിട്ട് പഠിക്കാം. സെൻറ്റൻസ് ഒക്കെ വരുമ്പോൾ വളരെ ഈസി ആയിട്ട് ആ ഒരു പ്രയോഗം മനസ്സിലാവും. കാൺട്ട് ഹെൽപ്പ് എന്ന് പറയുന്നത് കാൺട്ട്, അത് കനോട്ട് എന്നതിൻ്റെ ഷോർട്ട് ഫോം ആണ്. പിന്നെ ഹെൽപ്പ്, കാൺട്ട് ഹെൽപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് വേർബിൻ്റെ ING ഫോമാണ്. ക്രൈ ആണെങ്കിൽ ക്രൈയിങ് ഉപയോഗിച്ചു, ടോക്ക് ആണെങ്കിൽ ടോക്കിംഗ്, റൺ ആണെങ്കിൽ റണ്ണിങ്. അപ്പോൾ ING ഫോം ചേർത്ത ഒരു വേർബാണ് കാൺട്ട് ഹെൽപ്പ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റ് നമുക്ക് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഐ കാൺട്ട് ഹെൽപ്പ് ലാഫിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഹി കാൺട്ട് ഹെൽപ്പ് ലാഫിങ് എന്ന് പറഞ്ഞാൽ അവന് ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. സിംഗുലർ എന്നോ പ്ലൂറൽ എന്നോ ഒരു വ്യത്യാസവുമില്ല. അപ്പോൾ നമുക്ക് അത് ഓരോ സെൻറ്റൻസ് ആയിട്ട് നോക്കാം. എനിക്ക് അവനോട് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ്. അപ്പോൾ അതെങ്ങനെ പറയും? എനിക്ക് ഐ കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ് ടു ഹിം. ടോക്ക് എന്നത് സംസാരിക്കുക, മിണ്ടുക, ഇതൊക്കെയാണ്. ടോക്കിംഗ് ടു ഹിം, അവനോട് സംസാരിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. തിങ്കിങ് എന്നാൽ ചിന്തിക്കുക, എനിക്ക് അതിനെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്നാണ്. ഐ കാൺട്ട് ഹെൽപ്പ് തിങ്കിങ് അബൌട്ട് ഇറ്റ്. തിങ്കിങ് ING ഫോം, തിങ്ക് എന്ന വേർബിൻ്റെ ING ഫോം ഉപയോഗിച്ചു. പല ആളുകൾക്കും ഒരു ബുദ്ധിമുട്ടാണ് ചില കാര്യങ്ങൾ കഴിക്കാൻ പാടില്ല, തടി കൂടും എന്നത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഇന്ന കാര്യം കഴിക്കാൻ പാടില്ല, സ്വീറ്റ്സ് കഴിക്കാൻ പാടില്ല എന്നൊക്കെ. അപ്പോൾ സ്വീറ്റ്സ് കഴിക്കാൻ വല്ലാത്ത ഇഷ്ടമാണ്. അപ്പോൾ അവന് സ്വീറ്റ്സ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവന് പക്ഷേ തടി കൂടുന്നു, ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് തടി കൂടും, അതുകൊണ്ട് സ്വീറ്റ്സ് ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവന് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്താ പറയുക? അവന് സ്വീറ്റ്സ് കഴിക്കാതിരിക്കാൻ പറ്റുന്നില്ല. അവന്, അപ്പോൾ അതുകൊണ്ട് ഹീ ആണ് സബ്ജക്റ്റ്. ഹീ കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് സ്വീറ്റ്സ്. ഈറ്റ് പ്ലസ് ING, ഈറ്റിംഗ്. ചില കുട്ടികളുണ്ട് നഖം കടിക്കുന്ന ശീലം ഉള്ള കുട്ടികൾ, ഇല്ലേ? നല്ലൊരു സ്വഭാവമല്ല, വളരെ മോശമായിട്ടുള്ളൊരു ശീലമാണത്. അപ്പോൾ നഖം കടിക്കല്ലേ കടിക്കല്ലേ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാലും അത് ആ ശീലം മാറ്റാൻ പറ്റുന്നില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല അവൾക്ക്, ഒരു കുട്ടിക്ക്. പ്രത്യേകിച്ചും പേടിയൊക്കെ തോന്നുമ്പോഴാണ് പെട്ടെന്ന് നഖം കടിച്ചു പോകുന്നത്. അത് കൺട്രോളിന് അപ്പുറത്താണ്, ബിയോണ്ട് അവർ കൺട്രോളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അവൾക്ക് നഖം കടിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്തു പറയും? എങ്ങനെ പറയും? അവൾക്ക്. അതുകൊണ്ട് ഷീ ആണ് സബ്ജക്റ്റ്. ഷീ കാൺട്ട് ഹെൽപ്പ് ബൈറ്റിംഗ് നെയിൽസ്. ബൈറ്റ് പ്ലസ് ING, ബൈറ്റിംഗ്. ഇനി ഇതുപോലെ തന്നെ ഇതിൻ്റെ സിമിലർ ആയിട്ടുള്ള വേറെ ഒരു ഫ്രേസാണ് കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അത് ഇപ്പോൾ നമ്മളോട് ഒരാൾ പറയുന്നു, കരയല്ലേ കരയല്ലേ എന്ന്, സ്റ്റോപ്പ് ക്രൈയിങ് എന്ന് പറയുന്നു, കരച്ചിൽ നിർത്തൂ എന്ന്. അപ്പോൾ നമുക്ക് ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് എന്നാണ് അവിടെ പറഞ്ഞത്. അവിടെ ING ഫോം ഉപയോഗിച്ചില്ല. അവിടെ എന്താ? എനിക്ക് പറ്റുന്നില്ല, എനിക്ക് അത് പറ്റുന്നില്ല,
കാരണം പ്ലീസ് സ്റ്റോപ്പ് ക്രൈയിങ് എന്നാണ് നമ്മുടെ ഫ്രണ്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ ഐ കോണ്ട് സ്റ്റോപ്പ് ഇറ്റ്, ഐ കോണ്ട് ഹെൽപ്പ് ഇറ്റ് എന്നാണ് പറയുന്നത്. ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് മീൻസ് ഐ കാൺട്ട് ഹെൽപ്പ് ക്രൈയിങ്. ഐ കാൺട്ട് ഹെൽപ്പ് ക്രൈയിങ് എന്നാണ് ഇതിനർത്ഥം. ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അതേപോലെ നമ്മളോട് വല്ലാതെ നമ്മൾ ഒരു സദസ്സിലൊക്കെ ഇരുന്ന് ഒരുപാട് സമയം ചിരിക്കുക എന്ന് പറഞ്ഞ ഒരു നല്ല കാര്യമല്ല. ആവശ്യമില്ലാതെ നമ്മുടെ ചിരി കടക്കാൻ പറ്റുന്നില്ല, നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ പറയും സ്റ്റോപ്പ്, പ്ലീസ് സ്റ്റോപ്പ് ലാഫിങ് എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്, എനിക്ക് പറ്റുന്നില്ല അത്. ഐ കാൺട്ട് ഹെൽപ്പ് ഇറ്റ്. അപ്പോൾ ഐ കാൺട്ട് ഹെൽപ്പ് മനസ്സിലായല്ലോ. ഇതുപോലെ തന്നെ ഇതിൻ്റെ പാസ്റ്റ് ഫോം കുഡിൻറ്റ് ഹെൽപ്പ് ഡൂയിങ് ഉപയോഗിക്കാം. പാസ്റ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ എനിക്കങ്ങനെ കഴിഞ്ഞില്ല. ഇന്നലെ എന്താ നീ അവിടെ ഇരുന്ന് ചിരിച്ചു കൊണ്ടിരുന്നത്? അത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നില്ലേ എന്ന് നമ്മളോട് നമ്മൾ അറിയുന്ന ആളുകൾ ചോദിക്കുന്നു, എന്തുകൊണ്ട് ആ സദസ്സിലിരുന്ന് ചിരിച്ചു കൊണ്ടിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്, ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്. എനിക്ക് ചിരി അടക്കാൻ സാധിച്ചില്ല. കുഡിൻറ്റ് എന്ന് പറയുമ്പോൾ കാൺട്ട് എന്നതിൻ്റെ പാസ്റ്റ് ഫോം ആയി. അപ്പോൾ കുഡ് നോട്ട് എന്നതാണ് കുഡിൻറ്റ് എന്നതിൻ്റെ ഷോർട്ട് ഫോം. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിങ്, എനിക്ക് ചിരി അടക്കാൻ സാധിച്ചില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് സ്ലീപ്പിംഗ്, എനിക്ക് ഉറങ്ങാതിരിക്കാൻ കഴിഞ്ഞില്ല. അതായത് ഉറങ്ങാൻ പാടില്ല, ഉറങ്ങാതിരുന്നിട്ട് അത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷേ ഉറക്കം വന്നു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോയില്ലേ? അപ്പോൾ എന്തുകൊണ്ട് നീ ഇന്നലെ ഉറങ്ങിപ്പോയി എന്ന് ചോദിച്ചാൽ ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്, എനിക്ക് സാധിച്ചില്ല അത്. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഈറ്റിംഗ് സ്വീറ്റ്സ്, എനിക്ക് സ്വീറ്റ്സ് കഴിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഡ്രിങ്കിങ് പായസം, എനിക്ക് പായസം കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ ഡയബറ്റീസൊക്കെ ഉള്ള ആളുകളോട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും കഴിക്കരുതെന്ന്, എങ്കിലും പായസം കണ്ടപ്പോൾ കുടിച്ചു പോയി. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഡ്രിങ്കിങ് പായസം. അപ്പോൾ കാൺട്ട് ഹെൽപ്പ് എന്ന് പറയുന്നത് പോലെ തന്നെ പാസ്റ്റ് ഫോമിൽ കുഡിൻറ്റ് ഹെൽപ്പ്, കഴിഞ്ഞില്ല എന്ന അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമ്മൾ കാൺട്ട് ഹെൽപ്പ് ഇറ്റ് എന്ന് പറഞ്ഞതില്ലേ, അതുപോലെ തന്നെ ഇത് കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ് എന്നും പറയാം. എന്തുകൊണ്ടാണ് ഇന്നലെ നീ പായസം കുടിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ്, എനിക്കത് കുടിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഇറ്റ് മീൻസ് ഐ കുഡിൻറ്റ് ഹെൽപ്പ് ഡ്രിങ്കിങ് പായസം. ഐ കാൺട്ട് ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ കഴിയുന്നില്ല. കാൺട്ട് ഹെൽപ്പ് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ കഴിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കാൺട്ട് ഹെൽപ്പ് ലാഫിംഗ് എന്ന് പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. കുഡിൻറ്റ് ഹെൽപ്പ് ലാഫിംഗ് എന്ന് പറഞ്ഞാൽ ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഐ കാൺട്ട് ഹെൽപ്പ് ടോക്കിംഗ് ടു ഹിം, എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. ഐ കുഡിൻറ്റ് ഹെൽപ്പ് ടോക്കിംഗ് ടു ഹിം, എനിക്ക് അവനോട് സംസാരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ മനസ്സിലായല്ലോ, കാൺട്ട് ഹെൽപ്പ് ഉപയോഗിച്ച് ഇത്തരം കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം, വളരെ ഈസിയാണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ ഇത്തരം സെൻറ്റൻസസ് ഉണ്ടാക്കുക, അത് ഉപയോഗിക്കുക. ഒരു സെൻറ്റൻസ് കമൻറ്റ് ബോക്സിൽ എഴുതണം കേട്ടോ.